ഹലോ ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ചാന്ദ്രൻ്റെ വീട്ടിലാണ്. ഇന്ന് നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഇന്ന് കാശിയുടെയും അല്ലുവിൻ്റെ അനുവിൻ്റെ ഒക്കെ എഴുത്തുന്ന ദിവസമാണ്. അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. അതാണ് ചാന്തു അടിപൊളി സാരിയൊക്കെ എടുത്ത് റെഡിയായി നിൽക്കണത് അമ്പലത്തിലേക്ക് പോകാൻ. സുന്ദരിയോ സൂര്യകിയോ കാവിലെ ദേവി എഴുന്നേറ്റൊന്ന പോലെ ഉണ്ട്. സുന്ദരി സെറ്റായിട്ടുണ്ട്. നമ്മളപ്പോൾ റെഡി ആയിട്ട് ഇങ്ങനെ വേഗം ഇറങ്ങി. 5 ആളിന് വരുന്ന വഴി നമ്മളെ പിക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ റോട്ടിലേക്ക് നടന്ന് അവർ നമ്മളവിടെ നിന്ന് പിക്ക് ചെയ്ത് നമ്മളവിടെ നിന്ന് നേരെ കണ്ണച്ഛൻ മീൻസ് എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മയും പിക്ക് ചെയ്ത് ഗൈസ് അവിടെ നേരെ പോണത് അമ്പലത്തേക്കാണ് കേട്ടോ. അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോണ വഴിക്ക് കടയിൽ നിന്ന് 2 പഴംപൊരിയൊക്കെ വാങ്ങി കഴിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് പോണത്. അമ്പലത്തിലെത്തി പിള്ളേരൊക്കെ റെഡിയാക്കി. കാശിക്കുട്ടനൊക്കെ ട്രൗസർ എടുത്തിട്ടായിരുന്നു. ഞാൻ അവരൊക്കെ മുണ്ടൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടാണ് അമ്പലത്തിൽ കയറിയത്. അമ്പലത്തിൽ കയറി എഴുത്തുമായനൊക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം ഇറങ്ങി. വേഗം എന്ന് പറയുമ്പോൾ ഉച്ചയായിട്ടോ. ഫുഡ് കഴിക്കാൻ 12 മണി 8 മണിക്ക് ഫുഡിങ് ഒക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ അവർക്കൊരു മനംമാറ്റം. അവർ പറയാം നമുക്ക് പോകണ വഴിക്ക് ആവണങ്ങാട്ട് അമ്പലത്തിൽ കയറിയിട്ട് പോകാമെന്ന്. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് നേരെ ആവണങ്ങാട്ട് അമ്പലത്തിൽ പോയി. അവിടെ പോയി തൊഴുതു. ഞങ്ങൾ പിന്നെ സ്ഥിരം ആവണങ്ങാട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ഗൈസ്. ഗൈസ് നമ്മളെ വീട്ടിലെത്തി. അമ്പലങ്ങളിലൊക്കെ പോയി തിരിച്ചത് വീട്ടിലെത്തിയുള്ളൂ. ഇപ്പോൾ സമയം 2:38. ഭയങ്കര ക്ഷീണം, ടയർഡായിരിക്കാനൊക്കെ. അപ്പോൾ അങ്ങനെ ചാൻസ് നമുക്ക് എടുക്കാം, ഒന്നുറങ്ങാം. തലവേദന എടുക്കുന്നുണ്ട്. കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് AC അടിച്ചിട്ട് പിന്നെ പുറത്ത് നേരെ ചൂട് ഗൈസ്, രക്ഷയില്ല. ചന്തു ഞങ്ങൾ വർക്കൊക്കെ കഴിഞ്ഞു എഴുന്നേറ്റു. ചായ കുടിയും കാര്യങ്ങളും കഴിഞ്ഞ് ഞാൻ പതിയെ ഹാളിൽ പോയി കിടന്ന്. അപ്പോൾ നമ്മളെ ഹാളിൽ നമ്മൾ അച്ഛമ്മ ഇരിക്കുന്നു ഗൈസ്. അച്ഛമ്മ ഇരിക്കുന്ന ഇരിപ്പണ്ട. അച്ഛമ്മ എപ്പോഴാണ് അങ്ങനെ ആയിരിക്കുള്ളൂ. നമ്മളെ ഹാളിൽ ആ ഒരു പൊസിഷനിൽ അവിടെ നിന്ന് മാറി അച്ഛമ്മ എവിടെ ഇരിക്കില്ല. Guys, we are going to make some EP noodles. Our chef is here. Main cook, main chef. Everything. Chef Sneha Suresh. Yeah. എടുത്തുകഴിഞ്ഞില്ല തെറുപ്പിക്കിട്ടാത്തോട്ട് ചെറിയ പിണ്ടായില്ല പൊട്ടിച്ചത് പറഞ്ഞോ. വാ സ്പെഷ്യൽ മാഗി. അമ്മനെ സൂം ചെയ്തെടുക്കട്ടെ. വാവ്, ഇപ്പുറത്ത് ചാള വറുത്തത്, കായപ്പോയിട്ട് ഇപ്പി റെഡി. ഫോർക്കോണക്ക് ചൂട് ചൂട്. പറയാമേ. സത്യസന്ധമായ മറുപടി ഞാൻ പറയുള്ളൂ. ചൂടുണ്ട് അപ്പുറം നീ ചൂടാക്കിയതാണ്. പക്ഷെ ഈച്ചനാട്ടണ പോലെ തോന്നുന്നു. പക്ഷേ ഉള്ളിലുണ്ടായിരുന്നു. ചൂട് മാടു నేను ಗೊತ್ತಿಲ್ಲ. വെരി ടേസ്റ്റി. കമാൺ. സത്യസന്ധമായി പറഞ്ഞ ജീ മോന്ത പോയി. എനിക്ക് വെളുത്തുള്ളി ഇഷ്ടമുള്ളതുകൊണ്ട് കുറച്ച് പട്ട, അതിലേക്ക് കുറച്ച് ഗാർലിക് ഫ്രഷ് ചെയ്ത് വെച്ചിടാം. അതിലേക്ക് കുറച്ച് സവാള ഇടാം. എന്നിട്ട് നമ്മുടെ മാഗി മസാല ഇടാം. നന്നായി ചൂടാക്കാം. എന്നിട്ട് സാധാ വെള്ളം ഒഴിച്ചിട്ട് മാഗി തിളപ്പിക്കാം. ഈ പണിയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് ലാസ്റ്റ് എൻ്റെ അമ്മ ക്ലീൻ ആക്കാൻ നിൽക്കണം. പ്രേക്ഷകർക്കായി കഴിക്കും. എൻ്റെ മമ്മി പാവായോണ്ട് എന്ത് പണി വെച്ചാലും ബാലൻസ് ആരെങ്കിലും കിട്ടും.
മുളക് ചാറ് വേണോ മീൻ കറി വേണോ? മീൻചാറ് വേണമെന്നില്ല, പച്ചക്കറി. താങ്ക് യു. കോഴി മീൻ കറി കുറച്ച് മുളക് ചാറാവാം. അമ്മ കാണാൻ നല്ല ഭംഗിയുണ്ട് അമ്മ പൊട്ടൊക്കെ തൊട്ടിട്ട്. ബാബു ഗുഡ് നൈറ്റ്. അമ്മോ ഗുഡ് നൈറ്റ്. നൈറ്റ്. ഗുഡ് നൈറ്റ്. ഉള്ളിലേക്ക് എടുത്ത് കഴിക്കേ. ഉള്ളി ഞാൻ കുറച്ച് കഴിച്ചറാ. നൂഡിൽസ് ഞങ്ങൾക്ക് പഴം കഴിക്കാം. പഴം കഴിച്ചിട്ട് നമുക്ക് ആപ്പിൾ കഴിക്കാം. ആപ്പിൾ കഴിച്ചിട്ട് നമുക്ക് നൂഡിൽസ് കഴിക്കാം. എന്നിട്ട് നമുക്ക് ബിഗ് ബോസ് എടുത്ത് കിടന്ന് ഉറങ്ങാം. ഓക്കെ സീ യു ഗുഡ് നൈറ്റ്. ഇന്നത്തെ ദിവസം അങ്ങനെ ഓടിപ്പോയി കൈസ്. സാധാരണ ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ പിടിക്കാത്തതാണ്, പക്ഷെ ഇന്ന് പിടിക്കേണ്ടി വന്നു. അല്ല ചാന്തോ? ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഞായറാഴ്ച അങ്ങനെ തീർന്നു. ഫുഡിങ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങളുടെ ഭക്ഷണം ഫുഡിങ്ങൊക്കെ കഴിഞ്ഞു, എടുക്കാൻ പോകണം. അപ്പം അങ്ങനെ ചാന്തോനോടിനുള്ളത് അതിപ്പോൾ കണ്ടാലും അറിയാലോ നിങ്ങൾക്ക്. ഇവിടെ ഇന്ന് അമ്പലത്തിലെ പോക്കൊക്കെ കഴിഞ്ഞ് ഞാൻ മൂത്തേരിക്ക് പോയില്ല. ഞാൻ 2 ദിവസമായിട്ട് പഠിനപ്പോൾ ഇവിടുത്തെ അച്ഛൻ, ചാന്തോൻ്റെ അച്ഛൻ ഒരു തീർത്ഥാടന യാത്രയ്ക്ക് പോയിരിക്കുന്നു. അച്ഛൻ ഇങ്ങനെയാണ് എപ്പോഴും ഒരു 2-3 മാസം കൂടുമ്പോഴൊക്കെ തീർത്ഥാടനത്തിന് യാത്രയ്ക്ക്. അതായത് അച്ഛൻ മാത്രമല്ല, അച്ഛൻ്റെ ഫ്രണ്ട്സും പിന്നെ അയൽപക്കത്തുള്ള പ്രായമായിട്ടുള്ളവരും അല്ലാത്തവരും അങ്ങനെ ഇങ്ങനെയൊക്കെ ഈ അച്ഛനിങ്ങനെ പോകാറുണ്ടല്ലോ. അതാണ്. അപ്പോൾ അതുപോലെ പോയിരിക്കുന്നു. ഒരു വെള്ളിയാഴ്ച പോയതാണ്. ഒരു 4 ദിവസത്തെ ട്രിപ്പ് അങ്ങനെ. നാളെ പുലർച്ചെ എത്തും. അപ്പോൾ ഞാനിപ്പോൾ ചാന്തോൻ്റെ ഓടിനുള്ളത്. ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഞങ്ങൾ മീൻസ് അച്ഛനില്ല, ബാക്കി എല്ലാവരും. അപ്പം അങ്ങനെ എൻ്റെ വീട്ടിൽ ഒരു 7-7:30 ആകുമ്പോൾ ഫുഡിങ് കഴിഞ്ഞ് ഒരു 8 മണിയാകുമ്പോഴേക്കും എല്ലാം തീർത്ത് വെച്ച് എല്ലാവരും റൂമിൽ കയറി കിടന്നുറങ്ങും. പക്ഷെ ഇന്ന് കുറച്ച് ലേറ്റ് ആയി, കാരണം ഇന്ന് ഞങ്ങൾ വെറുതെ ഇപ്പം മാഗി ഉണ്ടാക്കാനൊക്കെ പോയി. പിന്നെ ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ മൈ മദർ ഇപ്പോൾ യോഗയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ യോഗയുടെ കുറേ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു. യോഗ ക്ലാസ് ഇവിടും ചാന്തും വാവയും പണ്ടത്തെ യോഗക്കാരാത്രേ. അപ്പം അമ്മ ഇപ്പോൾ യോഗയ്ക്ക് പോകണ്ടല്ലോ. അപ്പം 3 പേരും കൂടെ അവിടെ യോഗ ക്ലാസ് നടക്കേണ്ടിയിരുന്നിട്ട് നമുക്ക് യോഗയില്ല, നമുക്ക് യോഗയേ ഉള്ളൂ. കൊച്ചാ ജീവിക്കണം സഞ്ജു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമുക്ക് അടുത്ത വീഡിയോയിൽ അപ്പോൾ കാണാം. ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. അത്രേ ഉള്ളൂ. എനിക്ക് പിന്നെ പറയാനില്ല. ടാറ്റാ. ഓക്കെ.